ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. പുകവലി ഉപേക്ഷിക്കാൻ പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കി സൗദി അറേബ്യ. പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ, ക്യാമ്പയിനുകൾ, ഡോക്ടർമാരുടെ സേവനം എന്നിവ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കും. ഇഷ്ബി സിഹ എന്ന പേരിലാണ് സൗദി ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ ബോധവൽക്കരണ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയ മാർഗനിർദ്ദേശ ഗൈഡുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യത്തോടെ ശ്വസിക്കൂ എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് സംവിധാനം. പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഗൈഡിലുള്ളത്. പുകവലി നിർത്തുമ്പോഴുള്ള വിവിധ വെല്ലുവിളികളെ നേരിടുക, പുകവലിക്കാനുള്ള പ്രേരണകളെ നിയന്ത്രിക്കുക തുടങ്ങിയ വിവരങ്ങൾ ഇതിലുണ്ട്. ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ, ചികിത്സാ പദ്ധതികൾ, ആവശ്യമായ പിന്തുണ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. സിഹത്തി ആപ്പ് വഴി ഇതിനായി രജിസ്റ്റർ ചെയ്യാം. ആരോഗ്യ വിവരങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, വിവിധ മാർഗനിർദ്ദേശങ്ങൾ, ആരോഗ്യകരമായ ശീലങ്ങൾ, വിദഗ്ധ ചികിത്സ തുടങ്ങിയടങ്ങുന്നതാണ് ഇഷ്ബി സിഹ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായ് വിമാനത്താവളത്തിൽ ഇനി ഇമിഗ്രേഷൻ നടപടികൾ കൂടുതൽ വേഗത്തിൽ. യാത്രക്കാർക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ അർഹതയുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കാനുള്ള പുതിയ ഡിജിറ്റൽ സേവനം അവതരിപ്പിച്ചു. വേനലവധിയിലെ യാത്രാ തിരക്കിന് മുന്നോടിയായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. ദുബായ് എയർപോർട്ട്സും GDRFAയും ചേർന്നാണ് സ്മാർട്ട് ഗേറ്റഡ് എലിജിബിലിറ്റി പ്രീ ചെക്ക് സംവിധാനം അവതരിപ്പിച്ചത്. ഇതിലൂടെ എത്തുന്നതും പുറപ്പെടുന്നതുമായ യാത്രക്കാർക്ക് എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തും മുമ്പ് തന്നെ ബയോമെട്രിക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതോടെ പാസ്പോർട്ട് കൺട്രോൾ കൗണ്ടറുകളിലെ ക്യൂ ഒഴിവാക്കി സമയം ലാഭിക്കാനുമാകും. പ്രത്യേക ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല. എയർപോർട്ടിന്റെ പോക്കറ്റ് ഫ്ലൈറ്റ്സ് പ്ലാറ്റ്ഫോം വഴിയോ ടെർമിനലുകളിലെ QR കോഡ് സ്കാൻ ചെയ്തോ ഈ സേവനം എളുപ്പത്തിൽ ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സർക്കാർ സംഭരണ സംവിധാനം വികസിപ്പിക്കുന്നതിനും സേവനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കരാറുകൾ, പർച്ചേസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 7 പുതിയ നിയമാവലികൾക്ക് അംഗീകാരം നൽകി സൗദി അറേബ്യ. പൊതുമുതലിന് പരമാവധി മൂല്യം ഉറപ്പാക്കാനും സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ടാണ് നടപടി. സർക്കാർ സ്ഥാപനങ്ങൾ ടെൻഡർ പ്രമാണങ്ങളും കരട് രേഖകളും തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും പിന്തുടരേണ്ട മാർഗനിർദ്ദേശ രേഖകളായി എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രോജക്ട് എഫിഷ്യൻസി അതോറിറ്റിയാണ് ഈ പുതിയ നിയമാവലികൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും സംഭരണ രീതികൾ ഏകീകരിക്കാനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. യഥാർത്ഥ ആവശ്യകത കൃത്യമായി നിർണ്ണയിക്കാനും ടെൻഡർ രേഖകളുടെ ഗുണനിലവാരം ഉയർത്താനും ഏകീകൃത സാങ്കേതിക നിയമ ചട്ടക്കൂടിലൂടെ രേഖകൾ തയ്യാറാക്കുന്നതിനായി എടുക്കുന്ന സമയം കുറയ്ക്കാനും സർക്കാർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതാണ് ഈ മാനദണ്ഡങ്ങൾ. സൈനിക സെക്യൂരിറ്റി മേഖലകളിലെ കാറ്ററിംഗ് സേവനങ്ങൾ, നഗര ശുചീകരണം, പാർക്കുകൾ, തോട്ടങ്ങൾ, ജലസേചനം, സെക്യൂരിറ്റി ഗാർഡ് സേവനങ്ങൾ, മാർക്കറ്റിംഗ്, യൂണിഫോമുകൾ, ഫർണിച്ചർ വാങ്ങൽ എന്നിവയാണ് പുതിയ നിയമാവലികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.